നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് പൈവളികയിൽ 15-കാരിയെയും അയൽവാസിയായ 42-കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. ഈ സംഭവത്തിൽ ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഹാജരാകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കേസ് ഡയറിയുമായി ഹാജരാകണമെന്ന് ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രനും MP സ്നേഹലതയുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിർണായകമായ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഹൈക്കോടതി ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചത്. ഫെബ്രുവരി 12-ാം തീയതി പെൺകുട്ടിയെ കാണാതാകുന്നു. ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു. അതായത് ഇത്രയും ദിവസം അന്വേഷണം നടത്തിയിട്ടും അവരെ വീടിന് 200 മീറ്റർ മാത്രം അകലെയുണ്ടായിരുന്ന ഇവരെ കണ്ടെത്താനായില്ല എന്നത് വലിയൊരു വീഴ്ചയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. വീട്ടുകാർ പോലീസിൽ പരാതി നൽകി കുട്ടിയെ കാണാതായപ്പോൾ തന്നെ കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകുകയും ചെയ്തിരുന്നു. പോലീസ് കാലതാമസം വരുത്താതെ വേഗത്തിൽ അന്വേഷിച്ചിരുന്നുവെങ്കിൽ തന്റെ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് കുട്ടിയുടെ മാതാവ് പറയുന്നത്. തുടർന്നാണ് ഇക്കാര്യങ്ങൾ പരിഗണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനോട് കേസ് ഡയറിയുമായി ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയത്. ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തത്. ഈ കേസിലെ കേസ് ഡയറിയും ഒപ്പം ഉണ്ടാകണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതി നിർണായകമായ നിർദ്ദേശം നൽകുകയും ചെയ്തു. പൈവളികയിൽ നിന്ന് കാണാതായ 15-കാരിയും അയൽവാസിയായ പ്രദീപിനെയും കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു വീടിന് 200 മീറ്റർ അകലെ മാത്രം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഏറെ ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. 20ഓളം ദിവസത്തെ പഴക്കമുണ്ടായിരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഒക്കെ സൂചനകൾ കിട്ടുന്നത്. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വീടിന് സമീപത്തെ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. കഴുത്തിൽ കുരുക്കിട്ട് മരത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടത്. പെൺകുട്ടിയെ കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന അതേ വസ്ത്രമാണ് മൃതദേഹത്തിലും ഉണ്ടായിരുന്നത്. ഈ പെൺകുട്ടിയോടൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്രദീപ് ഇയാൾ വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾക്കടുത്ത് 2 ഫോണുകളും കണ്ടെത്തിയിരുന്നു. ഒരു കത്തിയും ഒരു ചോക്ലേറ്റും മൃതദേഹങ്ങൾക്ക് സമീപം ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയം. ഫെബ്രുവരി 12-ന് പുലർച്ചെ 4:45-ഓടെയാണ് ഉറക്കമെഴുന്നേറ്റ ഇളയ കുട്ടി ചേച്ചി അടുത്തില്ല എന്ന് മനസ്സിലാക്കുന്നത്. മൊബൈൽ ഫോൺ മാത്രമായിരുന്നു പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്നത്. വിളിച്ചപ്പോൾ ആദ്യം റിങ് ചെയ്തു, പക്ഷെ പിന്നീട് അത് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. തിരച്ചിൽ തുടങ്ങിയ പോലീസ് പ്രദീപിന്റെ ഫോൺ ലൊക്കേഷൻ നോക്കിയിരുന്നു. വീടിന് സമീപത്തെ കാട്ടിലെത്തിയതായി മനസ്സിലാക്കുകയും ചെയ്തു. പ്രദേശവാസികളുടെ കൂടി സഹായത്തോടെ പോലീസ് ഈ മേഖലകളിലെല്ലാം പരിശോധന നടത്തിയതാണ്. ഡ്രോൺ പരിശോധന അടക്കം നടത്തിയതാണ്. പക്ഷെ അതിലൊന്നും ഇവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പ്രദീപ് പോകാനിടയുള്ള കർണാടക മടിക്കേരിയിലെ ബന്ധുവീടുകളിൽ പോലീസ് പരിശോധന നടത്തി. പിന്നീട് ഈ രീതിയിലായിരുന്നു. അതായത് പെൺകുട്ടിയും കൊണ്ട് ഇയാൾ കടന്നതാകാം എന്ന രീതിയിലുള്ള മൊഴികൾ, എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ, ഈ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീടുള്ള അന്വേഷണമൊക്കെ നടന്നത്. എന്തായാലും ഇവർ 200 മീറ്റർ, അതായത് ഈ പെൺകുട്ടിയെ കാണാതായ വീട്ടിൽ നിന്നും 200 മീറ്റർ അകലെ നിന്നും മാത്രമാണ് ഇവരെ കണ്ടെത്തിയത്. അപ്പോൾ ഇത്രയും ദിവസം എന്തായിരുന്നു സംഭവിച്ചത് എന്ന ചോദ്യമൊക്കെ ഇവിടെ ശക്തമാണ്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. തൂങ്ങി മരിച്ചതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണത്തെപ്പറ്റി വ്യക്തത വരികയുള്ളൂ. ഇവർ കാട്ടിലേക്കോ മറ്റോ പോയിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തിയതാണ്. മാത്രമല്ല, ഈ ഭാഗത്ത് ഒരു കോഴി ഫാം ഉണ്ട്. അവിടെ നിന്നുള്ള ദുർഗന്ധം വലുതാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹം അല്ലെങ്കിൽ അഴുകിയതിൻ്റെ ഒരു മണം അത് തിരിച്ചറിയാൻ അവിടുത്തെ പ്രദേശവാസികൾക്കും കഴിയാതെ പോയി. ഈ മൃതദേഹം കണ്ടെത്തിയത് ഉണങ്ങി അഴുകിയ നിലയിലായിരുന്നു. ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. DNA പരിശോധന അടക്കം നടത്താനുള്ള ഒരു നീക്കത്തിലാണ് അന്വേഷണ സംഘം ആയിരിക്കുന്നത്. പരിസരത്തെ വീടുകളിൽ ചെന്ന് അസ്വാഭാവിക മണം എന്തെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ അന്വേഷണ സംഘം ഉന്നയിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നായിരുന്നു നാട്ടുകാർ പ്രതികരിച്ചത്. ഇവർ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകുമെന്ന് പോലീസ് സംശയം പറഞ്ഞപ്പോഴും ഇവിടെ ഉണ്ടാകില്ല എന്ന തരത്തിലായിരുന്നു വീട്ടുകാരും നാട്ടുകാരെയും ഒക്കെ ഒരു പ്രതികരണം. അതാണ് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ഇവരെ കണ്ടെത്താൻ വൈകാൻ കാരണമായത്. ഒരു സാധനങ്ങളും പണവും കയ്യിലെടുക്കാതെയാണ് ഇരുവരും പോയത് എന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. ഈ പെൺകുട്ടിയുടെ കൂടെ മരിച്ച നിലയിൽ കണ്ടെത്തിയ 42-കാരനായ പ്രദീപും കുട്ടിയും തമ്മിൽ ദീർഘനാളായി അടുപ്പമുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ടായിരുന്നു. ഫോണിലൂടെയായിരുന്നു ഇവർ ബന്ധം തുടർന്നത്. പരസ്പരം വിളിക്കുമായിരുന്നു, ചിത്രങ്ങൾ അയക്കുമായിരുന്നു. 1 വർഷം മുൻപ് ഇവരുടെ ബന്ധത്തെപ്പറ്റി ചൈൽഡ് ലൈനിൽ പരാതി വന്നു. അന്ന് സഹോദര സ്നേഹമാണെന്ന് പറഞ്ഞ് കേസ് ഒഴിവായി പോയതാണ്. ഈ വാദത്തെ വീട്ടുകാരും പിന്തുണച്ചതാണ്. രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്. വീട്ടുകാർ തമ്മിലും അടുപ്പമുണ്ട്. പെൺകുട്ടിയുടെ വീട്ടിൽ ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പെൺകുട്ടിക്ക് അച്ഛനും
അമ്മയും അനിയത്തിയുമുണ്ട്. പെൺകുട്ടിയുടെ കൂടെ മരിച്ച നിലയിൽ കണ്ടെത്തിയാൽ അവിവാഹിതനാണ്. അന്നത്തെ പ്രശ്നത്തിന് ശേഷവും ഇയാളുടെ കാറിൽ പെൺകുട്ടി ക്ഷേത്രങ്ങളിലേക്ക് മറ്റും പോയിരുന്നു. നേരത്തെ ഇയാൾക്ക് ഓട്ടോറിക്ഷയാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ കാറാണ്. ഡ്രൈവറായി ജോലിക്ക് പോകാറുണ്ട് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഈ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് വാദിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കോടതി വലിയ രീതിയിൽ ഇവരെ വിമർശിക്കുകയുണ്ടായി. ഒരു VIP-യുടെ മകളാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലായിരിക്കുമോ അന്വേഷണം നടത്തുന്നതെന്നും സാധാരണക്കാരനും VIP-യും എല്ലാം ഒരേപോലെ ആയി കണക്കാക്കണമെന്നും അടക്കമുള്ള വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നടത്തിയത്. ഫെബ്രുവരി 12-ന് രണ്ടുപേരെയും കാണാതായെന്ന പരാതി കിട്ടിയപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അന്ന് തന്നെ പ്രദേശത്ത് തിരഞ്ഞു. രണ്ടാളും ഫോൺ ഇവിടെ ഉപേക്ഷിച്ച് കർണാടകയിലും മറ്റുമുള്ള ബന്ധുക്കളുടെ അടുത്ത് പോയിട്ടുണ്ടാകുമെന്നായിരുന്നു കുടുംബാംഗങ്ങൾ പറഞ്ഞത്. ഇതനുസരിച്ച് മടിക്കേരിയിലും അതുപോലെ തന്നെ കർണാടകയിലും അന്വേഷണം നടത്തിയിരുന്നു. ഡോഗ് സ്ക്വാഡും ഡ്രോണും ഉപയോഗിച്ച് പരിശോധനകൾ കാട്ടിലും പുഴയിലും എല്ലാം പരിശോധിച്ചു. മൊബൈൽ ടവർ ലൊക്കേഷൻ കിട്ടിയ ഭാഗത്ത് പരിശോധിച്ചു. എന്നാൽ ഈ അന്വേഷണത്തിലൊക്കെ കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ല എന്ന് ഉറപ്പായതോടെ വീട് പരിസരം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. ഒടുവിലാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഈ ദിവസങ്ങൾക്കുള്ളിൽ, അതായത് 12-ാം തീയതി കഴിഞ്ഞ ശേഷം എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ശരിക്കും 15 വയസ്സുകാരിയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത്? കൂടെ ഉണ്ടായിരുന്ന യുവാവ് ഏത് രീതിയിലാണ് അത് ഈ ഒരു സംഭവം ഇങ്ങനെ പര്യവസാനിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും കാര്യക്ഷമമായി പോലീസ് ഇടപെട്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വലിയ ഊർജിതമായ ഒരു അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടിയെ കണ്ടെത്താൻ ആകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ആ വീട്ടുകാർ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ആ വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥ കൂടി പരിഗണിച്ച് അവരുടെ ഒരു വാദങ്ങൾ കൂടി മുന്നോട്ട് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പിതാവ് പല രീതിയിലുള്ള ഒരു നിയമ പോരാട്ടം, അതായത് പോലീസ് അന്വേഷണം ശരിയായി നടക്കുന്നില്ല എന്ന് മനസ്സിലായത് ക്രൈംബ്രാഞ്ചിനെ സമീപിക്കുന്നു. അത്തരത്തിൽ മകളെ ജീവനോടെ കണ്ടെത്താൻ ഒരുപാട് ശ്രമം ആ പിതാവ് നടത്തി, പക്ഷേ എല്ലാം വിഫലമാവുകയാണ് ചെയ്തത്. എന്തായാലും കോടതി ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.